ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലാണ് കേട്ടോ. കുറച്ച് ദിവസമായി നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലായിട്ട്, അന്നൊക്കെ 5ാമത്തെ ദിവസമായിട്ടോ. കുട്ടികളെയും കൊണ്ട് നിലമ്പൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ. ചിഞ്ചുമോളും ഐഫക്കുട്ടിയും രണ്ടാൾക്കും കഫക്കെട്ടും ചുമയൊക്കെ ആയിട്ട്. അപ്പോൾ മഞ്ജുമോൾക്കും ഉണ്ട് കഫക്കെട്ട്. അപ്പോൾ ഓളും ഉണ്ട് ഞങ്ങളെ കൂടെ. ഓള് പിന്നെ അഡ്മിറ്റ് അല്ല, എന്നാലും ആവി പിടിക്കണം കേട്ടോ 3 നേരം. അപ്പോൾ കേശവറ്റിയിൽ പോയിട്ട് ആവി പിടിച്ച് പോരും. ഡോക്ടറൊക്കെ ഇവിടുന്ന് കാണിച്ചിട്ടുണ്ട്. റിച്ചുമോനും അവൻ്റെ അപ്പച്ചിയും വീട്ടിലുമാണ് കേട്ടോ. പിന്നെ എന്നും വരും. വൈകുന്നേരം ആകുമ്പോൾ നോമ്പ് തുറക്കാനൊക്കെ ഉമ്മാൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകും. പിന്നെ കടയും തുറക്കണ്ടേ, നോമ്പ് തുറന്നിട്ടാണ് ഇപ്പോൾ കട തുറക്കൽ. ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കലില്ല കേട്ടോ. ഇപ്പോൾ ജ്യൂസ് മാത്രമേ ഉള്ളൂ. പിന്നെ കട അടിച്ചിട്ട് വീട്ടിൽ തന്നെ പോകും. അങ്ങനെ ഉമ്മാൻ്റെ അടുത്തേക്ക് തന്നെ പോകും. അങ്ങനെ കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോ ദിവസങ്ങളും കടന്നു പോണത്. അപ്പോൾ ഇവിടെ പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ പേവാർഡ് എടുത്തേക്കാണ്. അല്ലാതെ ചിഞ്ചുമോള് വലിയൊരു വാർഡിലും ഹൈഫക്കുട്ടി കുട്ടികളെ വാർഡിലും അങ്ങനെയാണ് അഡ്മിറ്റ് കേട്ടോ. അപ്പോൾ രണ്ടാളടുത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പേവാർഡ് എടുത്തതായതുകൊണ്ട് ഇങ്ങോട്ട് വരും ഡോക്ടർമാർ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ റമദാൻ മാസമല്ലേ, നമുക്ക് നിസ്കരിക്കാനും ഒക്കെ ഒരിട്ടാണ്ട് പുറത്ത് പോകാനും കഴിയൂല. അപ്പോൾ റൂമിലാകുമ്പോൾ പിന്നെ നമുക്ക് ഇവിടെ തന്നെ നിസ്കാരം കാര്യമൊക്കെ ചെയ്യാമല്ലോ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഹോം ഷോപ്പിൻ്റെ വർക്ക് ചെയ്യണ അതും ഉണ്ട്. മാസം ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ബില്ല് ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വാർഡിലാകുമ്പോൾ അതൊന്നും നടക്കൂല. അപ്പോൾ ഞാൻ എൻ്റെ ബില്ലും ബുക്കൊക്കെ കൊണ്ടിങ്ങോട്ട് പോന്നേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങണതാണ്. രാവിലെ 6 മണിക്ക് നമ്മളെ റൂമിൽ വരും ഇഞ്ചക്ഷൻ വെക്കാൻ. 2 ഇഞ്ചക്ഷൻ ഉണ്ട്. അതേപോലെ ആവിയും പിടിപ്പിക്കണം. ആവി പിടിപ്പിക്കാൻ പിന്നെ ഐഫക്കുട്ടിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. ചിഞ്ചുമോൾക്ക് ഇങ്ങോട്ട് റൂമിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ തുടങ്ങണ ഓട്ടാണ്. പിന്നെ ഇപ്പം നിലമ്പൂർ ഹോസ്പിറ്റലിലൊക്കെ സുഖമാണ് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം ഞാൻ പിന്നെ കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആക്കുന്നൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇനി. പിന്നെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം ബാബു വന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു. എന്നാലും എല്ലാം ഒന്നും ഇല്ലേനി കേട്ടോ. എന്നോട് ചോദിക്കും എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തിന്. പക്ഷേ എല്ലാ സാധനങ്ങളൊന്നും ഇല്ലേനി. പിന്നെ പിറ്റേ ദിവസം ഞാൻ പോകേണ്ടി വന്ന്. പിന്നെ നോമ്പ് തുറക്കാനും ഇവിടെ സുഖമാണ് കേട്ടോ. നോമ്പ് തുറക്കാൻ നമുക്ക് ടോക്കൺ കൊണ്ടുവന്നിരും. CH സെൻറ്റർ പറഞ്ഞിട്ടൊരു സെൻറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ താഴെ. അപ്പോൾ അവർ നമുക്ക് റൂമിൽ വന്നിട്ട് ടോക്കൺ തരും. നോമ്പ് തുറക്കാനുള്ളതും അതേപോലെ അത്താഴത്തിനുള്ളതൊക്കെ അവിടെ നിന്ന് കിട്ടും. ആ സമയത്ത് പോയാൽ മതി. അപ്പോൾ ഐഫക്കുട്ടിക്ക് ഇപ്പച്ചി വന്നാൽ അപ്പച്ചി പോകണത് പറ്റൂല കേട്ടോ. പോകുമ്പോൾ അപ്പച്ചിൻ്റെ ഒപ്പം പോകും. ഇപ്പച്ചി നാളെ പോകാറുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കാൻ എന്തായാലും പറ്റൂല. പിന്നെ കട തുറക്കും വേണ്ടേ. അങ്ങനെ ഇപ്പച്ചി ഫസ്റ്റ് ദിവസം അങ്ങനെ വന്നു പോയി. പിന്നെ കുട്ടികളെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ടൊക്കെ ഉണ്ടായിന് വാങ്ങാൻ. അപ്പോൾ ഞാനും പോയിട്ടുണ്ടായിന്. അങ്ങനെ റിസൾട്ടൊക്കെ കിട്ടി പോന്നു. അപ്പോൾ ഐഫക്കുട്ടിൻ്റെ റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല. ചിഞ്ചുമോൾക്ക് കൗണ്ട് കൂടുതലാണ്. എന്തായാലും 5 ദിവസം നിൽക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 5 ദിവസത്തെ ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതേപോലെ മഞ്ജുമോൾക്ക് ഇഞ്ചക്ഷനൊന്നുമില്ല, പക്ഷെ ഗുളിക ഉണ്ട്. ഓൾക്ക് 5-ാം തീയതി എക്സാമാണ്. അപ്പോൾ ഓളും ഇവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ പഠിക്കാനൊന്നും ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ റൂമിലായതുകൊണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് പോകണമെങ്കിലും ഒന്നും ഒരു പേടിയില്ല. കാരണം എപ്പോഴും ആൾക്കാരുണ്ടാവും. അപ്പോൾ നോമ്പ് തുറക്കാൻ ഞാൻ പറഞ്ഞല്ലോ CH സെൻറ്റർക്ക് പോകലാണെന്നുള്ളത്. അപ്പോൾ അവിടെ ബിരിയാണി ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും, അതേപോലെ തരിക്കഞ്ഞില്ലേ അത്, പിന്നെ ഒരു നാരങ്ങ വെള്ളം, ഈത്തപ്പഴം എല്ലാം ഉണ്ടാവും കേട്ടോ നോമ്പ് തുറക്കാൻ നമുക്ക്. അപ്പോൾ ചില ദിവസം ചിക്കൻ ബിരിയാണി കഴിക്കാനും, ചില ദിവസം ബീഫ് ബിരിയാണി കഴിക്കാനും. അപ്പം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത അന്ന് ഈ അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റൈൽസാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു മുതലാളിയാണ് അന്നത്തെ ഫുഡ് കൊടുക്കുന്നത്. ഇതേപോലെ ഓരോ ദിവസം ഓരോ ആൾക്കാർ ഇങ്ങനെ സ്പോൺസർ ചെയ്യലാണ്. ചില ആൾക്കാർ പേര് പറയാൻ മടിക്കും, പേര് പറയാൻ ഉദ്ദേശിക്കാത്ത ആൾക്കാരാവും. ചില ആൾക്കാർ ഇതേപോലെ ഇവിടെ വന്ന് എല്ലാവരെയും കണ്ട് 2 വാക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ എടുത്ത അന്ന് അറ്റ്ലസിൻ്റെ മുതലാളിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യമാണല്ലേ. എത്രയോ ആൾക്കാർ, ഞാൻ എല്ലാവരും ഒന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വരുന്നേ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരു മോശമല്ലേ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട്, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വീഡിയോ എടുക്കണവരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഒരു മടിയാണ്. ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ. അത് എന്താ വെച്ചാൽ
നമ്മുടെ ഈ ഒരു നിലമ്പൂർ ഭാഗത്തൊക്കെ എല്ലാ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഫുഡൊക്കെ സ്പോൺസർ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ഒരു സൽക്കർമ്മമാണല്ലോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നേരത്തെ ഒരു ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പം അത് കണ്ടിട്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ട് വിചാരിച്ചിട്ടാട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. എനിക്കത് വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആകുമ്പോൾ അറിയാലോ, നമ്മൾ വീട്ടിൽ നിന്നൊന്നും ചിലപ്പോൾ ഫുഡൊന്നും കൊണ്ടുവന്ന് തരാൻ ആരും ഉണ്ടാവില്ല, നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാനും കഴിയില്ല. പിന്നെ ഒക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് പൈസയും വേണ്ടേ. അപ്പോൾ ഇവിടെ ഒരു പെട്ടി ഉണ്ട് കേട്ടോ. അത് ഫുഡൊക്കെ കഴിച്ച് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു നമ്മളെ കയ്യിലുള്ളത് നമുക്ക് അതിലിട്ട് കൊടുക്കാം. അപ്പം ഞാനും അതേപോലെയൊക്കെ ചെയ്യലുണ്ട്. അങ്ങനെ ഏതായാലും നോമ്പൊക്കെ തുറന്ന് പിന്നെ റൂമിലെത്തി. പിന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് വേറെ സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ അവിടെ നിൽക്കലില്ല, നമുക്ക് റൂമിലായതുകൊണ്ട് പിന്നെ നിസ്കാര കുപ്പായൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ കേട്ടോ നിസ്കരിക്കൽ. പിന്നെ മക്കൾ ഇട്ടുകൊണ്ട് പോവല്ലേ, ഡോറൊക്കെ പുറത്തേക്ക് പൂട്ടിയിട്ടാണ് പോവുക, എന്നാലും ഒരു പേടിയാണ്. അപ്പം ഫസ്റ്റത്തെ ദിവസം ഞാനും മഞ്ജുമോളും കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ റിച്ചുമോ പിറ്റേ ദിവസം വന്നീനു എൻ്റെ ഉപ്പച്ചിൻ്റെ ഒപ്പം. ഇവിടെ ഓരെ കാണാൻ വേണ്ടി വന്നതാണ്, പെങ്ങന്മാരെ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാൻ പോരുന്നില്ല പറഞ്ഞാണ്ട് ഉപ്പച്ചി പോയപ്പോൾ പോയിട്ടില്ല, ഓൻ ഇവിടെ നിന്നൊക്കെയാണ് കേട്ടോ. നമ്മളെ വിട്ട് അങ്ങനെ നിൽക്കലില്ല, എന്നാലും ഉമ്മാൻ്റെ അടുത്താകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ച സ്കൂളില്ലല്ലോ, ഞാൻ ഇവിടെ നിൽക്കട്ടെ അമ്മച്ചി ചോദിച്ചപ്പോൾ അങ്ങനെ ഇവിടെ നിർത്തിയതാട്ടോ. അപ്പോൾ ഓനും നോമ്പൊക്കെ കൊടുക്കും, ഞാനും ഓനുമാണ് അത്താഴത്തിനൊക്കെ പോകും. അപ്പോൾ എനിക്ക് കൂട്ടിനൊരാളായും ചെയ്ത്. പിന്നെ ഇവിടെ വന്ന് ഫസ്റ്റത്തെ 2 ദിവസം ഐഫക്കുട്ടിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയി. പിന്നെ അങ്ങോട്ട് ശീലമായിട്ടോ. പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ അങ്ങനെ പൊരുത്തപ്പെടുമല്ലോ. പിന്നെ എന്തോ ഒരു ചുമയാണെന്ന് അറിയാം, ചുമച്ച് കഴിഞ്ഞാൽ ശ്വാസം കിട്ടാത്ത പോലെയാണ്. അങ്ങനെ നല്ല ചുമയും അതേപോലെ തന്നെ പനി ഉണ്ടേനി. പനി അത്രക്കില്ല, എന്നാലും ആ പനിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ ഇനി. ഇപ്പം ഏതായാലും ഒക്കെ കുറവായിട്ടോ. പിന്നെ ഇങ്ങനെ ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ. എപ്പോഴേലൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങലുണ്ട് കേട്ടോ. വൈകുന്നേരം കായൽ കാറ്റുള്ളാനൊക്കെ ഇറങ്ങും. അതേപോലെ മഞ്ജുമോള് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പുറത്ത് പോയിരിക്കും. അപ്പം എനിക്കിവിടെ ജനൽ തുറന്നിട്ടാൽ അങ്ങോട്ട് പുറത്തേക്ക് പോയാൽ അവിടുന്ന് കാണും ചെയ്യും, ഇവിടുന്ന് നോക്കിയാൽ കാണും ചെയ്യും. പിന്നെ റൂമൊക്കെ അടിച്ചു വരാനൊക്കെ ഒരു ചേച്ചി വരും കേട്ടോ, അടിച്ചു വാരി തുടക്കാനൊക്കെ. എന്നാലും ഞാൻ വൈകുന്നേരം ഒന്ന് അടിച്ചു വാരിടും. മക്കളെന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ചത് അതും ഇതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ. അപ്പം ഏതായാലും നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മൾ തന്നെയല്ലേ വൃത്തിയാക്കാൻ നല്ലത്. അങ്ങനെ വൈകുന്നേരം ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചൊക്കെ ഇടും. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ വർക്കിന് ഇരിക്കും. അപ്പോൾ നമ്മൾ ഹോം ഷോപ്പത്തെ ബില്ല് ക്ലോസിങ് ആണ്. അപ്പം ഹോസ്പിറ്റലിലാണെന്ന് വിചാരിച്ചിട്ട് ഈ മാസം നമ്മൾ HSOമാർക്ക് സാലറി ഒന്നും കൊടുക്കാതെ നിൽക്കണ്ട. ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മാസം HSOമാർക്ക് സാലറി ഉണ്ടാവില്ല, എനിക്ക് സാലറി ഉണ്ടാവില്ല. അല്ലെങ്കിലും നമുക്ക് ഈ മാസം സെയിൽ കുറവാണ്, റമദാൻ ആയതുകൊണ്ട് ആരും അല്ലാതെ സെയിലിൽ നിന്നും അങ്ങനെ പോവലില്ല. എന്നാലും കുറച്ച് ആൾക്കാർ പോണവരുണ്ട്. അപ്പോൾ അവർക്ക് ഉള്ള സാലറി ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബില്ല് ക്ലോസ് ചെയ്ത് അത് ഓഫീസിൽ കൊടുക്കണം. എന്നാലുള്ള സാലറിയും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുക, എനിക്കും എന്നാലേ കിട്ടുള്ളൂ. അപ്പം വെറുതെ നമ്മളിവിടെ ഏതായാലും വെറുതെ ഇരിക്കല്ലേ, അപ്പം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ ഇപ്പം മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കഫക്കെട്ടൊക്കെ കുറവുണ്ട്. അങ്ങനെ സമാധാനമാകുമ്പോൾ നമുക്ക് ചെയ്യാം. അതല്ല കുട്ടികൾക്ക് അസുഖമൊക്കെ കൂടുതലാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഇതിനൊന്നൊരു മൂടൊന്നും ഉണ്ടാവില്ല. പിന്നെ രാവിലത്തെ ഫുഡ് മാത്രമേ പുറത്തുനിന്ന് വാങ്ങലുള്ളൂ കേട്ടോ. അല്ലാതെ രാവിലെ 7 മണിക്ക് കഞ്ഞി ഉണ്ടാവും ഇവിടുന്ന്, നല്ല കുറിയരി കഞ്ഞിയും അച്ചാറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അത് ഞാൻ വാങ്ങിക്കലുണ്ട്. രാവിലെ തന്നെ ഒന്നും കുട്ടികൾ കഴിക്കൂല, ഒരു 10 മണിയൊക്കെ ആകുമ്പം കഞ്ഞിയൊക്കെ മുക്കി കൊടുക്കും. അതേപോലെ രാവിലെ മസാല ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ഐഫക്കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നീച്ചാൻ വെക്കലോട് നീക്കണം. അപ്പോൾ ഞാൻ ചായയൊക്കെ വാങ്ങാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഒപ്പം പോരും. ഈ ഫ്ലാസ്ക് ഉണ്ടല്ലോ, ഫ്ലാസ്ക് അല്ല ഈ വാട്ടർ ബോട്ടിൽ, ഇത് നമുക്കിപ്പം ഇപ്രാവശ്യം ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയതാണല്ലോ. ഇത് കിട്ടിയതൊരു ഉപകാരമായിട്ടോ. കാരണം ചായയൊക്കെ അതിൽ കൊണ്ടുവന്നാലേ കുറേ നേരത്തിന് ചൂടൊന്നും പോകില്ല. ഫ്ലാസ്കിൻ്റെ ഉപയോഗം തന്നെയാണ്, ചൂടായാലും തണുപ്പായാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കൂട്ടോ. അപ്പോൾ ഐഫക്കുട്ടിക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയത് ചോദിച്ചപ്പോൾ മസാല ദോശയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു മസാല ദോശ വാങ്ങിയതാണ് കേട്ടോ. വലിയ ദോശയാണ്, അപ്പോൾ അത് കൂടെ കഴിച്ചാൽ തീരൂല, അത്രയും വലിപ്പമുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഇവിടുന്ന് കിട്ടും, ചോറും കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാവും കേട്ടോ. മീനൊക്കെ വേണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം. പിന്നെ രാത്രിയിലും അതേപോലെ തന്നെ, രാത്രിയിലും ചോറ് കിട്ടും. ഞാൻ വീഡിയോ ചെയ്യലുണ്ട്, ചിലപ്പം ഹോസ്പിറ്റലിലേക്ക് ചോറ് കൊടുക്കണതൊക്കെ കാണിക്കലില്ലേ, അതേപോലെ ഹോസ്പിറ്റലിലേക്ക് ചോറ് ഓരോ വീട്ടമ്മമാർ കൊടുത്തയക്കണതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഉപകാരം നമ്മളിവിടെ നിൽക്കുമ്പോഴാണ് അറിയുള്ളൂ.
അങ്ങനെ ഇതാ ഐഫക്കുട്ടിക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോവാൻ മുട്ടൽ തുടങ്ങിയിരിക്കണം. 2-3 ദിവസമായപ്പോൾ തന്നെ പറയുന്നുണ്ട് നമുക്ക് പോവല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് രാത്രി കിട്ടുന്ന ചോറാട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോലെയുള്ള വീട്ടമ്മമാരൊക്കെ കൊടുത്തു വിടുന്നതാണെന്ന്. അപ്പോൾ മീനും കറി ഉപ്പേരിയൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ മീൻ ഉണ്ടാവും, ചിലപ്പോൾ ചിക്കൻ ഉണ്ടാവും, ചിലപ്പോൾ മീനൊന്നും ഉണ്ടാവില്ല, കറി ഉപ്പേരി മാത്രം ഉണ്ടാവും. അങ്ങനെ ഇതാ ഇന്ന് നോമ്പ് തുറക്കാൻ ബീഫ് ബിരിയാണി, അതേപോലെ തന്നെ വത്തക്ക, മുസമ്പി, അതൊക്കെയാണ് കേട്ടോ ഫ്രൂട്ട്സ് ആയിട്ടുള്ളത്. അപ്പം ഞാനിതിങ്ങനെ എന്നും കുറേശ്ശെ വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇതൊരു വീഡിയോ ആക്കിയിട്ട് ഇടുകയാണ് കേട്ടോ. ഒക്കെ ഒരു ദിവസത്തതൊന്നും അല്ല കേട്ടോ. അങ്ങനെ 5 ദിവസം ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലാവും. അപ്പം ഇനിയിപ്പോൾ ഡെയിലി വീഡിയോ ഒന്നും ഇപ്പം ഇനി വന്നോളണമെന്നില്ല. അപ്പം ഇനി ഇൻഷാല്ലാ വീഡിയോ ഇടാൻ പറ്റുമ്പം വീഡിയോ ഇടുന്നുണ്ട്. മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് പോരാട്ടോ, ഞാനും റിച്ചുമോനും. അപ്പോൾ നമ്മളെ വിന്നർക്കുള്ള ഗിഫ്റ്റ് ഒന്നും അയച്ചു കൊടുത്തിട്ടില്ല. അതൊക്കെ ഇതുകൊണ്ടാട്ടോ, ഹോസ്പിറ്റലിലൊക്കെ ആയിട്ടാണ്. ഇനി വീട്ടിലൊക്കെ എത്തിയിട്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുക്കണം. അതേപോലെ പുതിയ വിന്നറെ തിരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോ കാണുന്നതാണ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം. അപ്പം ഇപ്പോൾ കുക്കിംഗ് ഒന്നും ചെയ്യാൻ വയ്യല്ലോ ഹോസ്പിറ്റലിലായപ്പോൾ, അതുകൊണ്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ റമദാൻ മാസത്തിൽ 4-5 ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കേണ്ടിരുന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും പോലെ അല്ലല്ലോ, പഠിച്ചവൻ ഓരോന്ന് കണക്കാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. എന്നാലും അൽഹംദുലില്ലാ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.